യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ തിരുനാൾ സന്തോഷത്തോടെ ഓർമ്മിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ ശിരച്ഛേദത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ഈ യോഹന്നാൻ ദൈവത്തിൻ്റെ സ്വരമായിരുന്ന ഒരു മനുഷ്യനാണ്. കാരണം പ്രവാചകന്മാരെക്കുറിച്ച് വചനം രേഖപ്പെടുത്തുന്നത് അവർ ദൈവത്തിൻ്റെ സ്വരം ആണെന്നാണ്. ഈ യോഹന്നാനിൽ ഇത് വളരെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തിയിരുന്ന ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം യേശുനാഥന് വഴിയൊരുക്കാൻ അയക്കപ്പെട്ടവനായിരുന്നു. തീക്ഷ്ണമതിയായ, ശക്തനായ, ധീരനായ പ്രവാചകൻ. അപ്പോൾ അദ്ദേഹം എല്ലാ മനുഷ്യരെയും അവരുടെ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ വിമർശിച്ചിരുന്നു. ഏറെ പ്രധാനമായും അദ്ദേഹം വിമർശിച്ചിരുന്നത് അന്നത്തെ രാജാവായിരുന്ന ഹെറോദ് തൻ്റെ സഹോദര ഭാര്യയായി സ്വീകരിച്ചത് അത് നിയമവിരുദ്ധമാണെന്നും അനീതിയാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. അതിൻ്റെ പേരിൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്നവരുടെ ചതിപ്രയോഗത്തിൽ ഈ യോഹന്നാൻ കൊല്ലപ്പെടുകയാണ്. യോഹന്നാൻ്റെ തല അവർ വെട്ടിയെടുക്കുകയാണ്. നീതിക്ക് വേണ്ടി നിന്ന, ന്യായത്തിന് വേണ്ടി നിന്ന സ്വരത്തെ അവരില്ലാതാക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ മനോഹരമായ ഒരു കാര്യം കാണാൻ സാധിക്കും. അതിനുശേഷം അവിടെ വന്ന് യേശുനാഥൻ്റെ കുറിച്ച് കേട്ടിട്ട് ഹെറോദ് പറയുകയാണ്, ഇത് മരിച്ചുപോയ ഹെറോദ് കൊന്നുകളഞ്ഞ സ്നാപയോഹന്നാൻ വീണ്ടും വന്നതാണെന്ന് ഇദ്ദേഹം പറയുകയാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ഹെറോദിന് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തുനാഥൻ്റെ കീർത്തി കേട്ടിട്ട് തോന്നിയത് അവനും ഈ പ്രവാചകനെ പോലെ ആയിരുന്നു എന്നാണ്. അവർ ഏതാണ്ട് ഒരുപോലെയുള്ള മനുഷ്യരാണെന്ന് ഇവർ കരുതിയിരുന്നു, അവൻ്റെ വാക്കിൽ നിന്ന്, അവൻ്റെ പ്രവൃത്തിയിൽ നിന്ന്. ഇത് നമുക്ക് തരുന്നൊരു വലിയൊരു സന്ദേശമുണ്ട്. നീതിക്ക് വേണ്ടി നിൽക്കുന്നവരെല്ലാം ഈ ക്രിസ്തുവിൻ്റെ സ്വരമാണ്. അപ്പം ഇവിടെ ഹെറോദ് വിചാരിക്കുന്നത് ഈ സ്നാപയോഹന്നാനെ പോലെയാണ് യേശുനാഥൻ എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ഓരോ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ സ്വരമാണ്. ആ ദൈവത്തിൻ്റെ ശബ്ദം, വചനം ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വരമായിരുന്നു അവരെല്ലാവരും. പിന്നീട് വചനമായ ക്രിസ്തുവിനെ കാണുമ്പോൾ ഈ ഹെറോദ് വിചാരിക്കുകയാണ് യോഹന്നാനെ പോലെയാണ് ഇവൻ. അല്ല, യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്വരമായിരുന്നു യോഹന്നാൻ. അപ്പോൾ ഇതാണ് ഓരോ മനുഷ്യൻ്റെയും നിലപാട് എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ഈ വചനം പഠിപ്പിക്കുന്നത്. എല്ലാവരും ഈ മൊറാലിറ്റിയുടെ കാര്യത്തിൽ, ധാർമ്മികതയുടെ കാര്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്വരം പോലെ ആയിരിക്കണം. നമ്മളെ കാണുന്നവർക്ക് തോന്നണം ഇവൻ ക്രിസ്തുവിനെ പോലെയാണ്, ഇവൻ ക്രിസ്തുവാണ്, ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തവനെ പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. ഹെറോദ് അന്ന് കേട്ട ഈ സ്നാപയോഹന്നാൻ്റെ സ്വരം അതുപോലെയായിരുന്നു. അപ്പോൾ ഈ ലോകത്തിലെ ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യവും ക്രിസ്തുവിനെ പോലെ ധാർമ്മിക ബോധമുള്ള വ്യക്തിയായിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വരമാവുക എന്നുള്ളതാണ്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഞാനും ക്രിസ്തുവായി മാറുന്നത്. നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും സ്വരമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിലകൊള്ളുമ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ സ്വരമായി മാറും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ അൽഫോൺസ് ലിഗോരി, അദ്ദേഹം 1700-കളിൽ സഭയിൽ ആഞ്ഞടിച്ചിരുന്ന ധാർമ്മികതയ്ക്കെതിരായുള്ള ആ കാലഘട്ടത്തിൽ വലിയൊരു പോരാളിയായിരുന്നു. അദ്ദേഹം വലിയൊരു ധാർമ്മിക ശാസ്ത്രജ്ഞനും മോറൽ തിയോളജിയനും അദ്ദേഹം മരിയ ഭക്തനും ഒരു ബിഷപ്പുമൊക്കെ ആയിരുന്നു. അദ്ദേഹം സഭയെ നീതിക്കും ന്യായത്തിനും വേണ്ടിയും സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചിരുന്ന ധാർമ്മിക തിന്മകൾക്കെതിരെ പോരാടിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹവും ക്രിസ്തുവിൻ്റെ സ്വരമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ സുവിശേഷം നമ്മളോടും പറയുന്നതാണ്, ക്രിസ്തുവിൻ്റെ സ്വരമുള്ള മനുഷ്യരായി നമ്മൾ മാറുന്നത് ധാർമ്മികത ഉള്ള മനുഷ്യരായി മാറുമ്പോഴാണ്, സ്വരമില്ലാത്തവരുടെ സ്വരമായി നിലകൊള്ളുമ്പോഴാണ്, നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.